ഹായ്, എസ് ബി ആറുള്ളലാണ്. മെയ് 4 സർക്കാർ മാറാൻ പോകുന്നു എന്നതിൻ്റെ പേരിൽ സന്തോഷിക്കുന്നത് ലീഗുകാരും കോൺഗ്രസ്സുകാരും കുറച്ച് മൂരികൾ മാത്രമല്ല, കേരളത്തിലെ സംഘപരിവാറുകാരും ആ സന്തോഷത്തിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നില്ലേ? അതെ തന്നെ, ഈ വട്ടിയൂർക്കാവിലെ ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് ഒരു അതിർത്തി പ്രശ്നത്തിൻ്റെ നാട്ടുകാരും സംഘപരിവാറും തമ്മിലുള്ള ഏറ്റുമുട്ടലിലേക്ക്, ഒരു കലാപത്തിന് സമാനമായ രീതിയിലേക്ക് സംഘപരിവാറുകാർ UDF വരാൻ പോകുന്നു എന്ന തരത്തിലാണ് ഇങ്ങനെ ഒരു അക്രമം ഒഴിച്ചുവിട്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ അപ്പോഴും കാവൽ സർക്കാരായിട്ട് ഇടതുപക്ഷം തന്നെ തുടരുന്നതിൻ്റെ ഒരു ചൂട് അവർക്ക് മനസ്സിലായി. കാര്യം അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങിയ പലരും ഇപ്പോൾ നിയമത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. നിയമം എന്താണെന്നും നിയമത്തിനെ എങ്ങനെയാണ് സംഘപരിവാറുകാർക്ക് നേരെ നടപ്പിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അത് ഇനി ശ്രീലേഖയാണെങ്കിലും ശരി, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള സകലമാന പേർക്കെതിരെയും ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്തിട്ടുണ്ട്. അതും പോലീസിനെതിരെ അക്രമം നടത്തിയതിൻ്റെ പേരിൽ പലർക്കും അതിട്ടയ്ക്കുന്ന വകുപ്പുകൾ BNS പ്രകാരമൊക്കെ വച്ചനത്താൻ പറ്റുന്ന വകുപ്പാണ്. അപ്പോൾ അതിൽ വല്ലാത്ത വേദന. കാര്യം സംഘപരിവാറുകാർ ഒന്ന് ശക്തിപ്രകടനം കാണിക്കാമെന്ന് കരുതിയ സന്ദർഭത്തിൽ അതിനെതിരെ പോലീസ് നടത്തിയ ഇടപെടൽ, അതിനെതിരെ ഇപ്പോൾ വല്ലാത്ത കുരുപൊട്ടലാണല്ലോ ഉണ്ടായിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നത്. ഒരു പ്രതികരണം രാജീവ് ചന്ദ്രശേഖരൻ കേരളത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം നടത്തിയിട്ടുണ്ട്. നിങ്ങളത് കേൾക്കണം. കാര്യം 4 മാറാൻ പോകുന്നു, സൺസെറ്റ് ആണെന്നുള്ള ആഘോഷത്തിലും ഇനി വരാൻ പോകുന്നത് ഞങ്ങളും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള ഒരു സർക്കാരാണെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നതിൽ സംഘപരിവാറുകാരുമുണ്ട്. ഈ സർക്കാർ മാറിയാലേ ഞങ്ങൾക്കിവിടെ സ്കോപ്പ് ഉള്ളൂ എന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുമ്പോൾ ആ ആത്മവിശ്വാസം നിങ്ങൾ കാണാതെ പോകരുത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് CPM-ന് കുറച്ച് വിഷമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവർക്കറിയാം മെയ് 4 കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സർക്കാർ ഭരണത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു. അതുകൊണ്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ, നമ്മളുടെ പ്രവർത്തകർ അവരെ ആക്രമിക്കുക, അതിൻ്റെ ഒപ്പം പോലീസ് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പം ഞങ്ങളുടെ പ്രവർത്തകരെ ടാർഗറ്റ് ചെയ്യാൻ ഒരു ശ്രമം. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, യാത്രയിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷെ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ചെയ്യുന്നത് തെറ്റാണ്. ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഭരണ സംവിധാനത്തിന് ഉപയോഗിച്ചിട്ട് പ്രവർത്തകരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി, CPM-ന്റെ ഒരു രീതി, അത് തെറ്റാണ്. ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് നിർത്തും എന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. നിയമപരമായ നടപടികൾ ഞങ്ങൾ എടുക്കും. ഇവിടെ CI ആണോ SI ആണോ ഏത് കുന്തമാണെങ്കിൽ ഞങ്ങളെ പ്രവർത്തകരെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, ഈ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങളത് സമ്മതിക്കില്ല. പിന്നെ ഞങ്ങളുടെ ശ്രീലേഖ മാഡമിൻ്റെ എതിരെ, സ്റ്റേറ്റ് സെക്രട്ടറി ആയ അഞ്ജനയുടെ എതിരെ കേസ് ഫയൽ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയം മെയ് 4 അതിൻ്റെ ഒരു സൺസെറ്റ് അത് കഴിയും എന്ന് ഞാൻ കൃത്യമായി ഇന്ന് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഡെപ്റ്റി മേയറും അത് കറക്റ്റ്, ശ്രീലേഖ മാഡവും നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി അഞ്ജനയും പിന്നെ ഡെപ്റ്റി മേയർ ആശാനാഥും അവരെതിരെ കേസും ആക്രമണവും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇത് ഡെമോക്രസിയാണ്, ജനാധിപത്യ സംവിധാനമാണ്, ഇത് ഇന്ത്യയാണ്. ഇത് റഷ്യയല്ല, ചൈനയല്ല. ഇവിടെ ആക്രമണം രാഷ്ട്രീയമല്ല, ജനാധിപത്യ സംവിധാനം നടക്കുന്ന ഒരു രാജ്യമാണ്. ഇത് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കും എന്ന് മാത്രം ഞാൻ പറയുന്നത്. 4 വരെ നിങ്ങൾക്ക് സംയുക്തമായി ഇതുപോലെ സന്തോഷിക്കാം. കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഈ ലോകത്ത് നടക്കണമെന്നില്ലല്ലോ. അപ്പോൾ തിരിച്ച് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, സർവേ ഫലങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിന് ലീഗ് കൊടുത്തിരിക്കുന്ന, മൗദൂദികൾ കൊടുത്തിരിക്കുന്ന, ജമാഅത്ത് ഇസ്ലാമികൾ കൊടുത്തിരിക്കുന്ന ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കിവിടെ മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന്. ആ കൺസോൾട്ടേഷനിലൂടെ ഇതാ ഒരു വലിയ കാറ്റ് ആഞ്ഞടിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആ കാറ്റിൽ ഇടതുപക്ഷത്തിന് വലിയ തകർച്ച നേരിടാൻ പോകുന്നതാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ ഭരിക്കാൻ 73 സീറ്റിൻ്റെ ആവശ്യമുണ്ട്.
ആണല്ലോ അല്ലേ? കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കാറ്റ് ആഞ്ഞടിക്കുമ്പോഴും ഏഴും ജില്ലകളിലാണ് നിലനിന്നത്. അതിനേക്കാൾ വലിയ കാറ്റ് ഇനി എന്തായാലും അടിക്കാനുമില്ല. അതുകൊണ്ട് ഈ വ്യാമോഹമൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ ഇടതുപക്ഷം അങ്ങ് അസ്തമിക്കും. അതോടുകൂടി കേരളത്തിലും ഞങ്ങളുടെ സുവർണ്ണകാലം വരാൻ പോകുന്നു എന്ന് സംഘപരിവാറുകാർ സ്വപ്നം കാണുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ. ഞങ്ങളെ സർക്കാരല്ല, അതായത് ബി.ജെ.പിക്ക് അറിയാം ഞങ്ങളുടെ സർക്കാരല്ല വരാൻ പോകുന്നത്. വരാൻ പോകുന്നത് ആരാണ്? ഒരുപക്ഷേ വന്നാൽ അത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിലുള്ള മൗദൂദികൾ, സുഡാപ്പികൾ എല്ലാം കൂടി ചേർന്നുള്ള ഒരു സർക്കാർ വരാൻ പോവുകയാണ്. ആ സർക്കാർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ആഘോഷിക്കുമെന്ന് ചിന്തിക്കുന്നിടത്ത് നിങ്ങളുടെ ആ ആഘോഷത്തിനും ഒരു സർവേ ഫലങ്ങളും ഇതുവരെ ആധികാരികമായിട്ട് നിങ്ങൾ പറയുന്നിടത്തേക്ക് എത്തിച്ചിട്ടില്ല. പക്ഷേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നിടത്തേക്ക് എത്തുമെന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ അവകാശമുണ്ട്. അതുകൊണ്ട് 4-ാം തീയതി വരെ, അല്ലെങ്കിൽ 4-ാം തീയതി കഴിഞ്ഞാൽ ഞങ്ങളുടെ തേർവാഴ്ചയാണെന്ന് വിചാരിക്കുന്നിടത്ത് അതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി പണപ്പിരിവുകൾ നടത്തുന്നവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ജനങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൈകളിലല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ആ തിരിച്ചടി, ആഞ്ഞടിച്ച ആ തിരിച്ചടി എന്ന് പറയുന്നത് അതുപോലും ഇടതുപക്ഷത്തിനെ ഇവിടെ നിന്ന് റൈറ്റ് ഓഫ് ചെയ്തു എന്ന് നിങ്ങൾ കരുതരുത്. അതുപോലെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്ന് നിങ്ങൾ വിചാരിക്കുന്നിടത്ത് 98 സീറ്റിൽ നിന്ന് 20 സീറ്റ് അങ്ങ് കളഞ്ഞാൽ പോലും, നിങ്ങൾ പറയുന്നത് പോലെ തന്നെ 20ഓ 25ഓ സീറ്റ് കളഞ്ഞാൽ പോലും താഴെ വീഴില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് മാത്രമേ ഈ സന്ദർഭത്തിലും പറയാനുള്ളൂ. അതുകൊണ്ട് അധികം മറ്റേ സന്തോഷിച്ച് ഹൃദയം തകർന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടി രാജീവ് ചന്ദ്രശേഖരൻ്റെ സംഘത്തിനും കോൺഗ്രസ് സർക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് നൽകുകയാണ്.